ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നിലമ്പൂരിലെ മാഞ്ചേരി ഗോത്രവർഗ മേഖലയിൽ സന്ദർശനം നടത്തി. കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, അംഗം വി രമേശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത്. മാഞ്ചേരിയിലെ ദീമ്പ് വളവ്, ചൊട്ടാക്കുട്ടി, മൈലാടിപ്പൊട്ടി എന്നിവിടങ്ങളിലെ റേഷൻ വിതരണ കേന്ദ്രങ്ങൾ സന്ദർശിച്ച കമ്മീഷൻ വിതരണ സംവിധാനങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ഗോത്രവർഗക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. നമ്മുടെ ഈ യാത്രയിലുടനീളം റേഷൻ അരിയും മറ്റു കാര്യങ്ങളും അവർക്ക് ലഭ്യമാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഗോതമ്പിന് പകരം ആട്ട വേണമെന്നുള്ള അവരുടെ ഒരു വലിയ ഒരു ആവശ്യമുണ്ട്. അത് കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗവൺമെന്റിന് കത്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ICDS ഒക്കെ ചേർന്നുകൊണ്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന അമൃതം ന്യൂട്രിമിക്സ്, അതായത് സപ്ലിമെന്ററി ന്യൂട്രിയൻസ്, അതൊക്കെ കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളും കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ അവരോടുള്ള യാത്രകളിൽ അവർക്ക് പലർക്കും നമ്മുടെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ പോലും ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി അവർ പറഞ്ഞിരിക്കുന്ന അവർക്ക് വേണ്ടിയുള്ള വീടുകൾ, മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടുപേരുടെ നമ്മൾ അവിടെ കണ്ടു. ഒരാളെ കണ്ടു, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? വീരൻ. അദ്ദേഹത്തെ പാണപ്പുഴ വീരൻ. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ട്രൈബൽ ഓഫീസറോട് നമ്മൾ അന്നേരം തന്നെ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഊരുമൂപ്പൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരുമായി സംസാരിച്ച കമ്മീഷൻ ചെയർമാൻ ഗോത്രമേഖലയിലെ ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. റേഷൻ വിഹിതമായി ലഭിക്കുന്ന ഗോതമ്പ് പൊടിച്ചു നൽകണമെന്ന പ്രധാന ആവശ്യം ഊരുകളിലുള്ളവർ കമ്മീഷന് മുന്നിൽ വെച്ചു. ഗോതമ്പ് പൊടിക്കാനുള്ള സൗകര്യം മേഖലയിൽ ഇല്ലാത്തതിനാലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ട്രൈബൽ വകുപ്പുമായി ചേർന്ന് ഗോതമ്പ് പൊടിച്ചു നൽകുന്നതിനുള്ള സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് കമ്മീഷൻ ഉറപ്പു നൽകി. മേഖലയിലെ പോഷകാഹാര വിതരണവും ഭക്ഷ്യധാന്യ വിതരണവും നിലവിൽ തൃപ്തികരമാണെന്നും ഇവ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും കമ്മീഷൻ അംഗം വി രമേശൻ അറിയിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച കരുളായി നെടുങ്കയം ഉന്നതിയിലെ മണിയുടെ കുടുംബത്തെയും കമ്മീഷൻ സന്ദർശിച്ചു. ഞാൻ കഴിഞ്ഞ തവണ ഭക്ഷ്യ കമ്മീഷൻ അംഗമായ സമയത്തും ഇതുപോലെ മാഞ്ചേരി ഉന്നതിയിലെത്തുകയും സഞ്ചരിക്കുന്ന റേഷൻ കട ഉൾപ്പെടെയുള്ളത് അനുവദിക്കപ്പെട്ടതും കഴിഞ്ഞ കാലങ്ങളിലാണ്. നിലവിൽ മുമ്പ് നേരിട്ടിരുന്ന ഭക്ഷ്യ പ്രശ്നങ്ങൾ അവരിപ്പോൾ നേരിടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പൊതുവിതരണ വകുപ്പ് വളരെ കാര്യക്ഷമമായിക്കൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് അനുവദിച്ചു കൊടുത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ലഭിച്ചുകൊണ്ടിരുന്ന ചില ഭക്ഷണ ആനുകൂല്യങ്ങൾ, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചില ആനുകൂല്യങ്ങൾ നിർത്തലാക്കപ്പെട്ടതായി ഈ സന്ദർശനത്തിൽ ബോധ്യമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അക്കാര്യത്തിൽ ഭക്ഷ്യ കമ്മീഷൻ്റെ തന്നെ അറിയിപ്പുകൾ നൽകാമെന്ന് ചെയർമാൻ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇടപെടണം. ആരോഗ്യ പ്രശ്നങ്ങളിൽ സജീവമായി ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലുണ്ട്. പക്ഷെ കുറെ കൂടി ഇടപെടൽ ആവശ്യമാണെന്നാണ് ഈ സന്ദർശനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഭക്ഷ്യഭദ്രതയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിലെ കുട്ടികളെ എത്തിക്കുന്നതിലും പോഷകാഹാര വിതരണത്തിലും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിലും ശക്തമായ ഇടപെടൽ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അവർക്ക് ഏറെ സഹായകരമാണ് എന്ന റിപ്പോർട്ടാണ് ഇന്നത്തെ സന്ദർശനത്തിൽ മനസ്സിലായിട്ടുള്ളത്. പൊതുവിതരണം, വനിതാ ശിശു വികസനം, ട്രൈബൽ, റവന്യൂ, വനം, പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സന്ദർശന സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. CCN മലപ്പുറം.